സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടാണ് ഈ നോമ്പ് കാലം. നമ്മളെന്നും ജപമാലയ്ക്ക് മുമ്പൊക്കെ ആവർത്തിച്ച് വിശുദ്ധ കുർബാനിലൊക്കെ വിശ്വാസ പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആത്മാവായ ദൈവം നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുന്ന ഒരു ഉറപ്പാണ്. യഥാർത്ഥത്തിൽ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒടുവിൽ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ, അവൻ വീണ്ടും വരുമെന്നും നിത്യജീവിതത്തിലും നാം വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാണ് വിശ്വാസ പ്രമാണം എപ്പോഴും നാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞ് ചിന്തിച്ച പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അതിരത്തിലൂടെ പുറത്തു വരുമ്പോഴാണ് അതിന് ശക്തിയുള്ളത്. തിന്മ ഭയപ്പെടുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് വിശ്വാസ പ്രമാണം. കാരണം ദൈവം നീതിമാനായതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ കുറവുകളെ ചൊല്ലിക്കൊണ്ട് സാത്താൻ എപ്പോഴും നമ്മുടെ ഒരു വശത്ത് നിൽപ്പുണ്ട്. എപ്പോഴും തിന്മ നമ്മുടെ മേലെ ആധിപത്യം, നമ്മുടെ മേലെ അവകാശം പറഞ്ഞുകൊണ്ട് പിന്നെ മോശയുടെ ശരീരത്തെ ചൊല്ലി സാത്താൻ വാദിച്ചപ്പോൾ നമ്മൾ വചനം കേൾക്കുന്നു. ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തെ ചൊല്ലി സാത്താൻ വാദിച്ചു. അപ്പം നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവൻ്റേതായിരുന്ന ഒരു കാലത്ത് അപ്പം അത് പറഞ്ഞുകൊണ്ട് ഇന്നും പിശാച് അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ അതരത്തിലൂടെ അതാണ്, നമ്മുടെ ഹൃദയത്തിലെ ബോധ്യമാണ് യേശു എന്നെ സ്വന്തമാക്കി, ഞാനിപ്പോൾ പിശാചിൻ്റെതല്ല, യേശു ക്രിസ്തുവിൻ്റെതാണ്. ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയതാണ്. അപ്പം നമുക്ക് ആ ഒരു ബോധ്യം നമ്മൾ അവൻ്റേതാണ് ഏറ്റുപറയാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ. അപ്പം സാത്താൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, ആത്മീയമായിട്ട് പറയുമ്പോൾ പിശാച് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ പല സംഭവങ്ങളും കാണുന്നുണ്ട്. യേശു ഈ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അന്ധനായ ബാർത്തമ്യൂസിനോട് ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? അന്ധനായ മനുഷ്യനാണ്, കണ്ണു കാണാൻ മേല. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവിന് അറിയാം ഇവൻ കാഴ്ച ലഭിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് യേശുവിന് അറിയാം. പക്ഷെ അത് അവൻ്റെ വായിൽ നിന്ന് അവൻ പ്രഖ്യാപിക്കണം. കാരണം തിന്മയുടെയും നന്മയും തിന്മയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതൊരു മേഖലയാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലും നമ്മൾ പൂർണ്ണമായും ദൈവത്തെയാണ് സ്നേഹിക്കുന്നതെന്ന് ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് നാം പറയുന്നത് വരെയും പിശാച് വിട്ടുപോയില്ല. ഇത് വലിയൊരു മേഖലയാണ്. അപ്പം നമ്മളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു പ്രഖ്യാപനമാണ് വിശ്വാസ പ്രഖ്യാപനം. അത് കേട്ട് കഴിയുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോവല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നല്ലേ. ഒന്നാമത്തെ കൽപ്പനയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. അവനെ മാത്രമേ പൂജിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. പലപ്പോഴും നമ്മൾ കേട്ടോ ഒന്നാം പ്രമാണ ലംഘനം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സാത്താനെ അവൻ്റെ ലോകത്തിൻ്റെ കാര്യങ്ങളെ സ്നേഹിക്കുന്നതാണ് ഒന്നാം പ്രമാണ ലംഘനം. അപ്പം അതുകൊണ്ട് തന്നെയാണ് തിന്മ എപ്പോഴും നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉറപ്പിക്കുകയാണ്, നാം പൂർണ്ണമായ യേശുക്രിസ്തുവിന്. കാരണം 2000 വർഷം മുമ്പ് സമയത്തിൻ്റെ തികവിൽ ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് കാൽവരിക്കുറിച്ച് തൻ്റെ കഷ്ടാനുഭവം പീഡാസഹനവും മുഴുവനും നമുക്ക് വേണ്ടി നമ്മളുടെ പാപത്തിന് പരിഹാരമായ യേശു തന്നെ അർപ്പിച്ച് നമ്മളെ സാത്താൻ്റെ കയ്യിൽ നിന്ന് യേശു വിലയ്ക്ക് വാങ്ങി. അത് 2000 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ അതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. മറ്റാരുമല്ല, യേശു ക്രിസ്തു മാത്രമാണ്. പലപ്പോഴും ചിന്തിച്ചാൽ മറ്റൊരുവരിലും രക്ഷയില്ല. തിന്മയിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചത് യേശു കർത്താവാണ്. അത് കാൽവരിയിൽ 2000 വർഷം യേശു നേടിയതാണ്. ഇന്ന് ഈ 2025 ഈ നോമ്പ് കാലത്തിൽ കടന്നു പോകുമ്പോഴും നമ്മൾ അറിയേണ്ടത് 2000 വർഷം മുമ്പ് യേശു നമ്മളെ വീണ്ടെടുത്തതാണ്. ആണ് ഉറപ്പ്, ബോധ്യം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വചനമുണ്ടല്ലോ, എബ്രായർ 13 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോഴും സൃഷ്ടികർമ്മം ആരംഭിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അല്ല, അന്നു മുതൽ ഇന്നും ഇനി വരാനുള്ള ഈ ലോകം എന്ന് വരെയുണ്ട്, അന്ന് വരെയും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ
തീരുമാനത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല. അപ്പോൾ ദൈവവചനം ദൈവം നിറവേറ്റി കഴിഞ്ഞതാണ്. യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ ജീവിതത്തിൽ സകല പ്രവചനങ്ങളും പ്രവാചകന്മാരിലൂടെയും പഴയ നിയമത്തിലുള്ള എല്ലാ നിയമഗ്രന്ഥങ്ങളിലും എല്ലായിടത്തും സകലതും പറഞ്ഞിരിക്കുന്ന നിയമം പൂർത്തിയാക്കാൻ പറ്റാതെ നമുക്ക് പോയ മനുഷ്യന് പോയ എന്തുമാത്രം ശാപങ്ങൾ അല്ലേ, എന്തുമാത്രം നിയമങ്ങളാണ് ശാപം. ലേവിയരുടെ പുസ്തകം, ഇന്നലെ നമുക്ക് ലേവിയരുടെ പുസ്തകത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ്. നമ്മൾ പാപം ചെയ്താൽ അതിൻ്റെ ശിക്ഷ എന്തൊക്കെ, അല്ലെ ദൈവം പരിശുദ്ധനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പാപങ്ങളും ശിക്ഷകളും ശാപങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. അപ്പം ആ പാപത്തെയും ശാപത്തെയും എടുത്തു മാറ്റിയവനാണ് യേശു. വചനം പൂർത്തീകരിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ രോഗങ്ങളെ അവൻ സുഖപ്പെടുത്തിയതാണ് 2000 വർഷം മുമ്പ്. ഇന്ന് നമുക്കുള്ള രോഗം നമുക്കുണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ അത് ഉണ്ടെങ്കിൽ നമ്മളത് അവനിലേക്ക് സമർപ്പിക്കാത്തവനാണ്. ഇത് വലിയ മേഖലയാണ് പറയാനുള്ളറിയാം. അതായത് നമ്മൾ യേശയ്യ പറഞ്ഞ എന്താ, അവൻ്റെ അടിപ്പിണരാലാണ് സൗഖ്യം. അതായത് നമ്മുടെ രോഗം ഇത് നമ്മുടെ രോഗമായി നമ്മുടെ ശരീരത്തിൽ ഇരിക്കേണ്ടതല്ല. ഇത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന യേശു കൊല്ലപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് കണ്ട് വെളിപാട് 5 പറയുന്ന ആ യേശുവിൻ്റെ ശരീരത്തിൽ തല മുതൽ പാദം വരെയും മുറിവുകളാണ്, രക്തമൊലിക്കുകയാണ്. അപ്പൊ ഭൂമിയിൽ നിന്നും ഒപ്പിയെടുത്ത പാപങ്ങളും ഭൂമിയിൽ നിന്നും ഒപ്പിയെടുത്ത രോഗങ്ങളുമാണ് യേശുവിനെ അവൻ നമുക്ക് വേണ്ടി പാപമായി എന്ന് പൗലോസ് പറഞ്ഞതുകൊണ്ടാണ്. അവൻ നമുക്ക് വേണ്ടി ശാപമായി എന്ന് പൗലോസ് പറഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ പാപങ്ങളും ശാപങ്ങളും അവനിലേക്ക് ഒപ്പിയെടുത്തു. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ ഇരിക്കേണ്ട രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ ഒരു മുറിവായിരിക്കേണ്ടതാണ്. അവന്റെ മുറിവിലാണ് സൗഖ്യം. ഇന്ന് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മുറിവായി നമ്മളത് കൊടുത്തിട്ടില്ല. പലപ്പോഴും ഞാൻ ഓർപ്പിച്ച്, ഇന്ന് ഭൂമിയിൽ അതിനുള്ളൊരു സംവിധാനമാണ് വിശുദ്ധ കുർബാന. അപ്പവും വീഞ്ഞും കൊണ്ടുവരുമ്പോൾ നല്ല വെളുത്ത അപ്പം, ശുദ്ധമായ വീഞ്ഞ്, അത് നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ഒക്കെ കാഴ്ചവെച്ച് കഴിയുമ്പോൾ അത് യേശുവിൻ്റെ മുറിവേറ്റ ശരീരമായി അവൻ്റെ ചിന്തപ്പെട്ട രക്തമായി മാറുകയാണ്. അവിടെയാണ് സകലത് നടക്കുന്നത്. അവിടെയാണ് നമ്മുടെ രോഗശാന്തി, അവിടെയാണ് നമുക്ക് എല്ലാം. അപ്പോൾ നമ്മളത് അറിയണം, നമ്മളത് വിശ്വസിക്കണം. ആ ഒരു ബോധ്യത്തോടെയാണ്, അതായത് സാത്താന്റെ പ്രവർത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായതെന്ന് യോഹന്നാനിലെ 1 യോഹന്നാൻ 3:8 3-ാമത്തെ അധ്യായത്തിൽ 1 യോഹന്നാൻ 3:8 പറഞ്ഞിട്ടുണ്ട്. സാത്താന്റെ എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണോ അല്ലെ സൃഷ്ടിയിൽ, എന്താ ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പോൾ എല്ലാം നന്നായിരുന്നു. അത് കഴിഞ്ഞ് സാത്താന്റെ ഏദൻ തോട്ടം മുതൽ കാണുവാണ്, ആദവും ഹവ്വായും തറവോട്ടിങ്ങനെ നമ്മൾ കാണുകയാണ്. അപ്പം സാത്താന്റെ പ്രവർത്തനം മൂലം എന്തെല്ലാം തിന്മയുണ്ടായോ അത് ഇല്ലാതാക്കി എല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് യേശു ചെയ്തത്. അത് നമ്മളുടെ ജീവിതങ്ങളിലും പ്രകൃതിയിലും പ്രപഞ്ചത്തിലും സൃഷ്ടവസ്തുക്കളിലും മുഴുവനും. അതാണല്ലോ റോമർ 8 പൗലോസ് പറഞ്ഞത്, സൃഷ്ട പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ഇന്നും ഈറ്റൂന്നുമെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതി പോലും ശാന്തമാകുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളപ്പോഴാണ് ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് പറയുന്നത് 2-ാം ക്രിസ്തു എന്നൊക്കെ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത് ജീവജാലങ്ങൾ വരെ ആനന്ദിച്ചു എന്നാണ് പറയുന്നത്. ആ സാന്നിധ്യത്തിൽ നമ്മൾ ഓരോ മനുഷ്യ ജീവിതങ്ങളും വിശ്വാസത്തിലേക്ക് ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ പ്രപഞ്ചം പോലും നമ്മൾ ദൈവമക്കളാകാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് അല്ലേ. ഞാൻ നിനക്കെതിരായി ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷിയാക്കുന്നു. പ്രപഞ്ചം പോലും നമുക്കെതിരെ വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രപഞ്ചം ഇന്നും ദൈവവചനം അനുസരിക്കുകയാണ് അല്ലേ. സൂര്യൻ ഇന്ന് പുഷ്പ ഓർപ്പിച്ചെന്ന് തോന്നുന്നില്ലേ, സൂര്യന് ഉദിക്കുകയും അസ്തമിക്കുകയും അത് മാറ്റമില്ലല്ലോ, അതൊന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിലെ ഇന്ന് ഈ സ്പ്രിംഗ് ടൈം ആയി കഴിയുമ്പോൾ മനോഹരമായ പൂക്കള് മണ്ണിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു വരികയാണ്. സമയമായി എന്ന് അറിഞ്ഞുകൊണ്ട് വിന്റർ ആകുമ്പോൾ ഇലയെല്ലാം പൊഴിക്കുന്നു. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ദൈവം അതിനു വേണ്ടി വചനം അയച്ചിട്ടുണ്ട്. ആ വചനം അതിൽ പ്രവർത്തിക്കുകയാണ്. കാരണം മരങ്ങളോ മൃഗങ്ങളോ ഒന്നും വചനം തെറ്റിക്കുന്നില്ല. അതിന് സ്വന്തമായ തീരുമാനമോ ഇല്ലാത്തത് കൊണ്ട്, സ്വതന്ത്രമായൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ഇല്ലാത്തത് കൊണ്ട് അത് വചനം പാലിക്കുന്നു. സൂര്യനും ചന്ദ്രനും പ്രപഞ്ചം മുഴുവനും നമ്മൾ സയന്റിഫിക്കായിട്ട് എന്ത് വേണം വിളിച്ചു അതിനെ, ഭൂമിക്ക് സൂര്യന് ചുറ്റും എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ ആകർഷണ വലയത്തിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം ദൈവവചനത്താലാണ്. എബ്രായർ 1:3 പലപ്പോഴും ചിന്തയാണ്, ദൈവം തന്റെ ശക്തിയുള്ള വചനത്താൽ എല്ലാത്തിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു.
ജീവനിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ദൈവവചനം തള്ളിക്കളയുന്നു. നമ്മൾ മാത്രമാണ് അത് വീണ്ടും വീണു പോകുന്നത്. നമ്മളാണ് തകർച്ച ഉണ്ടാകുന്നത്. നമ്മളിലൂടെയാണ് പ്രപഞ്ചം മുഴുവൻ തകർന്നു വീഴുന്നത്. അപ്പം ഞാൻ പറഞ്ഞതാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയണം. അവിടെയാണ് സാത്താൻ പിന്മാറുകയുള്ളൂ. വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ പ്രമാണമൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോടും പറയണം. ഇന്ന് നമ്മൾ ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി ഹ്യൂസ്റ്റണിൽ നിന്നും പ്രാർത്ഥന പുഷ്പ ബൈജു നമ്മുടെ ഇന്നത്തെ ആഗോള സഭയിലെ വചനങ്ങൾ ഓർപ്പിച്ച് നമ്മളെ ഇന്ന് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ് മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഈശോ നമ്മളെ ഇന്ന് ഓർപ്പിച്ചത്. 7-ാമത്തെ വചനം തൊട്ട് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേര് പിതാവേ അവിടുത്തെ രാജ്യം വരണമേ എന്നുള്ള പേര്. അതിനിടയിലുള്ള മത്തായി 6:10 നമ്മൾ പരന്തസിൽ ഇടാറുണ്ട് ബ്രാക്കറ്റിൽ. മത്തായി 6 ദൈ കിങ്ഡം കം മാത്യു 6:10. അപ്പോൾ ആ വചനമാണ് അയച്ചുകൊണ്ടാണ് ഈ കൂട്ടായ്മ ഉരുവാക്കപ്പെട്ടതെന്ന് ഈ കൂട്ടായ്മ വിശ്വസിക്കുന്നു. കാരണം എന്താ, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിൽ ദൈവഹിതം, ദൈവരാജ്യം, പരിശുദ്ധാത്മാവെന്ന ഓരോ മനുഷ്യരിലും വസിക്കാനായി, ദൈവഹിതം നിറവേറാനായി ജീവിതം അർപ്പിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് പരിശുദ്ധാത്മാവ് യേശു നൽകിയത്. അത് നിരന്തരം സഭയിലൂടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സഭയുടെ ഒരു ചെറിയ ഘടകമായ കൂട്ടായ്മയായി നമ്മളിലൂടെ അതും നിരന്തരം പ്രഘോഷിക്കപ്പെടുകയാണ്. ദൈവവചനം നിറവേറാനായിട്ട് പരിശുദ്ധ അമ്മ ജീവിതം സമർപ്പിച്ചപ്പോൾ എടുത്തു പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. നിന്റെ വചനം പോലെ. എൻ്റെ ആഗ്രഹങ്ങളൊന്നും, എനിക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട്, അതൊന്നും വേണ്ട. നിന്റെ ആഗ്രഹം, നിനക്ക് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം, വചനം, നീ അതിനുവേണ്ടി അയച്ച വചനമുണ്ട്, നിന്റെ ആഗ്രഹമുണ്ട്, നീ പറഞ്ഞതാണ്, നീ ഇതിനുവേണ്ടി വചനം അയച്ചിട്ടുണ്ട്. അപ്പം നിന്റെ വചനം, എന്നെക്കുറിച്ചുള്ള നിന്റെ വചനം നിറവേറട്ടെ എന്നാണ് പരിശുദ്ധ കന്യാമറിയം പറഞ്ഞത്. അപ്പം നമ്മളോടും പ്രാർത്ഥിക്കാനായി പറഞ്ഞപ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഒത്തിരി നീട്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്ന നമ്മൾ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അതരത്ത് നല്ല ബോധ്യത്തോടെ, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോഴാണ് അതിനാണ് ജീവനുള്ളത്. ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കാണ് ജീവനുള്ളത്. അത് ആത്മാവായ ദൈവം അരുളി ചെയ്ത് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വചനമാണ് ദൈവത്തിൻ്റെ വാക്കായി പുറത്തു വന്നത്. അതാണ് ഇന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനിന്നും ജീവനുണ്ട്, മാറ്റമില്ലാത്ത അവന് ഇന്നും ജീവനുണ്ട്. അപ്പോൾ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അതിലേക്ക് മുഴുവൻ പോകുന്നില്ല, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം, അത് അങ്ങയുടെ വചനമാണ്, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് സ്വർഗത്തിലെ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വചനത്താൽ എന്തെല്ലാം മനസ്സിൽ കണ്ടു, അത് അന്ന് മനസ്സിൽ കണ്ടു. ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർഗത്തില് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എന്താണോ മനസ്സിൽ കണ്ടത്, മനുഷ്യനെ നമുക്ക് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഉൽപ്പത്തി വായിക്കുന്നുണ്ടല്ലോ, പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവം സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യ സൃഷ്ടിക്കാം, അവന് വർദ്ധിച്ചു പെരുകട്ടെ, ഭൂമി മുഴുവനും നിറയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ദൈവ മക്കളായി ഭൂമിയിൽ നമ്മൾ ജീവിക്കുവാനുള്ളൊരു ദൈവഹിതമുണ്ട്. അതിനുവേണ്ടി ദൈവം അയച്ച വചനങ്ങളുണ്ട്. എന്നെയും നിങ്ങളെയും, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മളുടെ ജീവിതം, നമ്മുടെ മക്കളുടെ, നമ്മുടെ വരും തലമുറയെക്കുറിച്ച് ദൈവം വചനം അരുളി ചെയ്തിട്ടുണ്ട്. ദൈവം അതിനുവേണ്ടി വചനം അയച്ചിട്ടുണ്ട്. അത് ആദ്യ മാതാപിതാക്കൾ ആദത്തിൻ്റെ ഹവ്വായുടെയും പാപനിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ യേശു ക്രിസ്തു വീണ്ടും അത് പുനഃസ്ഥാപിച്ചു തന്നു. അതാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായത്. 1 യോഹന്നാൻ 3:8. അത് പൂർത്തിയാക്കിയെന്നാണ് യേശു കുരിശിൽ മരിക്കുമ്പോൾ യോഹന്നാൻ 19:30 യേശു പറഞ്ഞു, പിതാവേ എല്ലാം പൂർത്തിയായിരിക്കും, ഞാൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്, പിതാവേ അതെല്ലാം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. സാത്താന്റെ പ്രവൃത്തി ഇല്ലാതെ. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിലൂടെ, നമ്മളിങ്ങനെ പറയാറുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി, യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും പിതാവിനോട് പറഞ്ഞ് നമുക്ക് വീണ്ടും തരികയായിരുന്നു. നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അനാദിയിലെ ദൈവം മനസ്സിൽ കണ്ട ദൈവഹിതമുണ്ടല്ലോ, അത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടും പുനഃസ്ഥാപിച്ച് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവൻ നമുക്ക് വീണ്ടും നേടിത്തന്നു. പക്ഷെ ഇന്ന് അത് ഞാനിങ്ങനെ പറയാറുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ ആമസോണിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്താൽ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത്.
അത് ഡെലിവറി ചെയ്യുന്നത് ആമസോൺ കമ്പനി ആയിരിക്കണമെന്നില്ല, ചിലയിടത്തൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കറിയാം പോസ്റ്റ് ഓഫീസോ UPS അല്ലെങ്കിൽ ഏതെങ്കിലും കൊറിയർ സർവീസോ ആയിരിക്കും അത് ഡെലിവറി ചെയ്യുന്നത്. ഇതുപോലെയാണ് ഞാൻ പറയും, 2000 വർഷം മുമ്പ് യേശു കുരിശിൽ കിടന്നുകൊണ്ട് അവൻ തൻ്റെ സന്തതി പരമ്പരകളെ കണ്ട് സന്തോഷിച്ചു എന്നാണ് പറഞ്ഞത്, കുരിശിൽ കിടന്നുകൊണ്ട്. അപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തിട്ട് അവൻ നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും കൃപയും നന്മയും എല്ലാം പിതാവിനോട് പറഞ്ഞ് നമുക്ക് വേണ്ടി അവനെ വീണ്ടും അവൻ്റെ കൃപ, അവൻ്റെ യോഗ്യതയാൽ നമുക്കത് വീണ്ടും തരുവാനുള്ളൊരു സംവിധാനം യേശു ചെയ്തു. നമ്മളായിരിക്കുന്ന ഈ 2025 ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്, ഇന്ന് ഡെലിവറി ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. സൗഖ്യമായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ആവശ്യങ്ങളായിരിക്കാം, അനുഗ്രഹങ്ങളായിരിക്കാം, സമാധാനമായിരിക്കാം. അത് അന്ന് ആമസോണിൽ 2 മാസം കഴിഞ്ഞ് ഡെലിവറി ചെയ്തെങ്കിൽ 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഡെലിവറി ചെയ്യാം. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കണം. അല്ലെ, ചില ഡെലിവറിയൊക്കെ നമ്മൾ സൈൻ ചെയ്ത് മേടിക്കണം അല്ലേ. പരിശുദ്ധാത്മാവിനെ ഹൃദയം തുറന്നുകൊണ്ട് അവിടുത്തെ വചനം, ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ ഹിതമാണ്, അല്ലെ പിതാവിൻ്റെ ഹിതമാണ് യേശു പൂർത്തിയാക്കിയത്. യേശുവിലൂടെ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ ഹിതം, ദൈവഹിതം പൂർത്തിയാക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ സൗഖ്യവും അനുഗ്രഹവും കൃപയൊക്കെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവാണ് കൊണ്ട് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തിരുസഭയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് നാം തിരുസഭയിൽ അംഗമായത് മാമോദീസായിലൂടെ ആദ്യമായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചപ്പോഴാണ് നാം ദൈവമക്കളായി മാറിയത്, ദൈവാനുഗ്രഹത്തിന്റെ അവകാശികളായി മാറിയത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും ആണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾ ദൈവത്തെ അറിയാത്ത വിജാതീയരാണ് ഇതെല്ലാം ചോദിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. ആദ്യമേ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ അന്നന്ന് വേണ്ടതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും എന്ന് പറയുമ്പോൾ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവമാണ് ദൈവരാജ്യം. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിരന്തരം വസിക്കുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യം. പരിശുദ്ധാത്മാവാണ് ഡെലിവറി കൊണ്ടുതരുന്നത് ദൈവം നമുക്കായി. റോമർ 5:5 ദൈവത്തിന്റെ സ്നേഹം, അത് സൗഖ്യമെന്നോ അനുഗ്രഹമെന്നോ എന്തും വിളിച്ച ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഈ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടെങ്കിൽ, പാപം മൂലം അത് വീണ്ടും നമ്മൾ ആ ഒരു ബന്ധത്തിലേക്ക്, ആത്മീയ ബന്ധത്തിലേക്ക് വന്ന് ദാവീദ് 51 ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന 51 സങ്കീർത്തനം, അനുതാപത്തിന്റെ കീർത്തനം, അവിടെ ആ പരിശുദ്ധാത്മാവിനെ വീണ്ടും, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ, നിന്റെ കുടുംബത്തിൽ നിന്ന് വാളൊഴുകിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ആ പാപം മൂലം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയതാണ്. ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് വീണ്ടും തരണമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, നിന്റെ ആത്മാവ് എന്നും എൻ്റെ ഉള്ളിൽ വസിക്കട്ടെ. ഇതാണ് ദാവീദ് നമ്മളും ആഗ്രഹിച്ച് ചോദിക്കുന്നതാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് ഒരിക്കലും മാറിപ്പോകുന്നില്ല. ഇന്ന് ഒന്നാമത്തെ വായന പുസ്തകം നമ്മൾ ഓർപ്പിച്ചത് യെശയ്യായുടെ പുസ്തകം 55 അധ്യായത്തിൽ അല്ലേ 10 വചനം, മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്ന സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന, ദൈവമായ കർത്താവ് പറയാണ് യെശയ്യായിലൂടെ, എൻ്റെ ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഒറ്റ വാക്കാണ് ഇത്, യെശയ്യായുടെ പ്രവചനം. യേശുവിനെ കുറിച്ചാണ് പ്രവചനം. യേശു പറഞ്ഞത്, ഇത് യോഹന്നാന്റെ സുവിശേഷം 10 ഞാൻ പറഞ്ഞു എപ്പോഴും ഓരോ വചനത്തിന് പൂർത്തീകരണമുണ്ട് ബൈബിളിൽ തന്നെ. യോഹന്നാൻ 10 അധ്യായം 35 ഈശോ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവത്തിന്റെ വായിലും ദൈവം അരുളിച്ചത് വാക്കാണ് വിശുദ്ധ ലിഖിതം. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. ദൈവങ്ങളെന്ന്, ദൈവമക്കളെന്ന്. പരിശുദ്ധാത്മാവ് നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവമക്കൾ, അത് ദൈവവചനം പാലിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി അനാദിയിലെ ദൈവം അയച്ച വചനങ്ങൾ ഇന്നും അല്ലേ, കടുകുമണി പോലെ യേശു പറഞ്ഞില്ലേ, വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു.
നല്ല നിലത്ത് വീണ വിത്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അനുകൂലമായല്ലേ? ഒന്നും വെള്ളം മഴ പെയ്യുമ്പോൾ അല്ലേ, നമ്മുടെ ഹൃദയം ഒന്ന് പൊട്ടിക്കരയുമ്പോൾ, കല്ലുപോലെ കഠിനമായിരുന്ന ഹൃദയം അനുതാപ കണ്ണുനീര് വീണ്, ചൂടുള്ള കണ്ണുനീര് വീണ്, എൻ്റെ ദൈവമേ, അനുതാപം തപിച്ച് വീണ്ടും വീണ്ടും തപിച്ചുകൊണ്ട് മഴ പെയ്യുന്നത് പോലെ നമ്മുടെ ആത്മാവിലേക്ക് കണ്ണുനീരിൻ്റെ ഒരു അനുഭവം, ഹൃദയം നുറുങ്ങിയവർക്കാണ് കർത്താവ് സമീപസ്ഥൻ. നമ്മുടെ ആത്മാവിലേക്ക് ദൈവം അയച്ചത് കരിമ്പാറ പോലെ ആയിരിക്കുന്ന പാറയ്ക്കുള്ളിൽ അത് കിളുക്കാത്തത്, അതൊന്ന് അനുതാപത്തിലൂടെ ആ പാറ പിളരുന്നത് പോലെ നമ്മുടെ ഹൃദയം ഒന്ന് പിളർക്കുമ്പോൾ, അനുതാപം നുറുങ്ങിയ ഹൃദയം, കല്ലുപോലെ കഠിനമായ ഹൃദയം ഒന്ന് നുറുക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ദൈവം അയച്ച വചനങ്ങളൊക്കെ നമ്മിൽ കിടക്കുന്നത് അത് പുറത്തു വരികയാണ്, ഫലം പുറപ്പെടെ കിളുത്തു വരികയാണ്. ദൈവവചനം നിറവേറാതിരിക്കുകയില്ലല്ലോ പ്രിയമുള്ളവരെ. നമ്മളുടെ ജീവിതം അപ്പോൾ നമുക്കത് വിശ്വസിക്കണം. ഞാൻ പറഞ്ഞ പോലെ വിശ്വാസ പ്രമാണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കും. കാരണം സാത്താൻ ഇങ്ങേപ്പുറം നിൽപ്പുണ്ട്, അവൻ കേൾക്കും, അവൻ നോക്കിയിരിക്കുകയാണ് നമ്മൾ പറയുന്നുണ്ടോ ഇല്ലയോ. നമ്മൾ ഏറ്റു പറഞ്ഞാൽ പിന്നെ അവൻ നിൽക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന് മുമ്പിൽ അവൻ നിൽക്കാൻ പറ്റില്ല. ജോബിൻ്റെ ജീവിതം നമുക്കറിയാം, ജോബിൻ്റെ സംഭവം അല്ലേ. ജോബ് വന്നുകൊണ്ട് എപ്പോഴും ദൈവസന്നിധിയിൽ ജോബായി ഇല്ല, ജോബിനെ കുറിച്ച് നന്മ പറയുമ്പോൾ സാത്താൻ ഇപ്പുറത്ത് വന്ന് കുറ്റം പറയുന്നുണ്ട്. അതാണ് വെളിപാട് 12. ദൈവമക്കളെ കുറിച്ച് നിരന്തരം പഴി പറഞ്ഞുകൊണ്ടിരുന്ന സാത്താൻ അവൻ്റെ ദൂതന്മാരും വലിച്ചെറിയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതെ, നമ്മൾ ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ദൈവവചനം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവവചനങ്ങളെ വീണ്ടും പാലിക്കാൻ അല്ലേ, ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. ജെറുസലേമിൻ്റെ കോട്ട സംരക്ഷണ ഭിത്തിയാണ്. നമ്മുടെ ജീവിതത്തില് ദൈവവചനം നഷ്ടപ്പെട്ടപ്പോൾ വേലി പൊളിച്ചു കളഞ്ഞ പോലെയാണ്. ദൈവവചനമാകുന്ന വേലിക്കെട്ട് പൊളിച്ചു കളഞ്ഞപ്പോൾ അതിലേക്ക് തിന്മ കയറുകയാണ്. നമ്മൾ വചനം പാലിക്കുമ്പോൾ അനുതാപത്തോടെ, സങ്കീർത്തനം 51 ഒടുവിൽ പറയുന്നതാണ്, ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുത്തെ ബലിവേദിയിൽ നിർദ്ദിഷ്ട ബലികളൊക്കെ അർപ്പിക്കപ്പെടും. ദൈവവചനം എന്നിലുള്ളപ്പോൾ എൻ്റെ ജീവിതം ഒരു ബലിയായി തീരും. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ ബലി സ്വീകാര്യമായി തീരും. എൻ്റെ ജീവിതം ദൈവത്തിന് യോഗ്യമായൊരു ആലയമായി തീരുമ്പോൾ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എനിക്കായി ദൈവം കരുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വീണ്ടും ലഭിക്കുകയാണ്. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.